ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽസ് രാഹുൽ ഷ്യൂ. ഇന്ന് കുറച്ച് നിങ്ങൾക്കറിയാം മാറ്റങ്ങളുണ്ട്. കാറിൻ്റെ ഉള്ളിലാണ്, ട്രാവലിംഗ് ആണ്. അപ്പോൾ ക്ഷമിക്കുക. ആദ്യമായിട്ടാണ് ചാനലും വീഡിയോയും കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങാം. ഒരു ഫാൻ ബോയ് അദ്ദേഹത്തിൻ്റെ ഫാനിനെ വെച്ച് എങ്ങനെ ഒരു പടം ലോജിക്കോ കഥയോ ഇല്ലാതെ എൻ്റർടൈൻ ചെയ്യിക്കാം എന്നതിനുള്ള 110% ഉദാഹരണമാണ് ഈ പടം. ഞാൻ പറയുന്നത് ഒരു അജിത് ഫാനായിട്ടോ ഒന്നുമല്ല, ഒരു സിനിമാ പ്രേമി എന്ന നിലയിലാണ്. ഇതുപോലത്തെ പടങ്ങൾ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കുക, കണ്ടുകൊള്ളുക. നിങ്ങൾക്കൊരു ഫെസ്റ്റിവൽ മൂഡായിട്ട് പോയി പടം കണ്ടിട്ട് ഇറങ്ങി വരാം. പിന്നെയും പറയുകയാണ്, ഇതുപോലത്തെ പടങ്ങൾ ഈ ആദിക് രവിചന്ദ്രൻ എന്ന വ്യക്തിയുടെ കഴിഞ്ഞ പടം മാർക്ക് ആന്റണി, അതുപോലത്തെ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ആ പടം കണ്ടിട്ടുണ്ടാവും. ആ പടം ഇഷ്ടപ്പെട്ടാൽ അതേപോലത്തെ രീതിയിൽ ലോജിക്കോ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത അതുപോലത്തെ ലോജിക്കോ കാര്യങ്ങളോ ഇല്ലാത്ത പടങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കാം. അതുപോലെ തന്നെ AK ഫാനാണെങ്കിൽ നിങ്ങൾ വീഡിയോയും കാണണ്ട, ഒന്നും കാണണ്ട, ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്തുകൊള്ളുക. നിങ്ങൾക്ക് ആദ്യം തൊട്ട് അവസാനം വരെ അതിൻ്റെ ഉള്ളിൽ പൂരമണി നടത്താം, ഒരാഘോഷിക്കാം. അതിനുള്ള സംഭവം ഈ പടത്തിലുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ്. അതുപോലെ തന്നെ ഇതിനകത്ത് അജിത്തിൻ്റെ പല വേഷൻസും അതുപോലെ തന്നെ പണ്ടത്തെ AI നന്നായിട്ട് തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ബില്ല ടൈം, അതുപോലെ തന്നെ വാലി ടൈം, അതുപോലത്തെ കുറേ AI സെറ്റപ്പ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. VFX കാര്യങ്ങളും നോക്കണ്ട, അത് പുള്ളിയുടെ പടങ്ങളുണ്ടല്ലോ ആദിക് രവി, അതുപോലെ തന്നെ ചെയ്തേക്കണത്. അതിനൊന്നും കൂടുതൽ ലോജിക്കൽ കാര്യങ്ങൾ നോക്കണ്ട, എൻ്റർടൈൻ ചെയ്യുക. അതുപോലെ നമ്മൾ തിയേറ്ററിലിരുന്ന് ഫുൾ ഓളത്തിലിരുന്ന് പടം കാണുക, അതാണ് പുള്ളിയുടെ ആവശ്യം അതായിരുന്നു. അതുപോലെ തന്നെ പുള്ളിയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ പ്രേമിയാണെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അതാണ് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇത് കേട്ടിട്ട് ഫാമിലി ഓഡിയൻസിനൊന്നും ഇഷ്ടപ്പെടുന്ന ചാൻസ് വളരെ കുറവാണ്. കാര്യം ഇതിനകത്ത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് കഥയോ ഡിഷോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരു ഓളത്തിൽ പടം പോകുന്നു. പുള്ളീനെ 110% കാണിക്കുക. പുള്ളിയുടെ സ്റ്റൈല്, അതുപോലെ സ്വാഗ്, പുള്ളിയുടെ പഴയ കാലഘട്ടം, അതുപോലെ കുറച്ച് ഡയലോഗ്സ്, പാട്ടുകൾ, അതുപോലെ ആ സംഭവങ്ങൾ, ഡാൻസ്, അതുപോലത്തെ കുറേ സംഭവങ്ങൾ ഓഡിയൻസിലേക്ക് എത്തിക്കുക. അത് ഒരു ഫാൻ ബോയ് എങ്ങനെ എത്തിക്കുന്നു, അതാണ് ഈ സിനിമ. അതാണ് ഈ സിനിമയുടെ വിജയവും. പിന്നെ ഇതിനകത്ത് താരനിരയെ പറ്റി പറയുകയാണെങ്കിൽ വലിയൊരു താരനിര തന്നെ സിനിമയിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അജിത്ത്, തൃഷ, പ്രഭു, അർജുൻ ദാസ്, ഉഷാ ഉദുപ്പ്, ജാക്ക് ഷറഫ്, പിന്നെ ഷൈൻ ടോം അണ്ണൻ ഇതിനകത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ വോയിസ് അല്ല ഇതിനകത്ത് കൊടുത്തേക്കണത്, തമിഴ് വോയിസ് തന്നെ വേറെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് വോയിസിലും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല, ആൾ നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെ വലിയൊരു താരനില സിനിമയിലുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ഇതിനെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു അഴിഞ്ഞാട്ടാണ് സിനിമ. പിന്നെ ഇതിനകത്ത് ഇൻട്രോവൽ സീനൊക്കെ നമുക്ക് ഓൾറെഡി ഞാനൊരു വിജയ് ഫാനാണ്. അപ്പോൾ ഇതിനകത്ത് ഈഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇൻട്രോവൽ സീൻസ്, അതുപോലത്തെ കുറേ സീൻസ് നമുക്ക് റെഫറൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എൻജോയ് ചെയ്യാം. ആളുടെ തല ഫാൻസിന് മാത്രമല്ല എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് പടം ഇറക്കിയിരിക്കുന്നത്. മെയിൻ തിങ് ഇതിൻ്റെ BGMs, മ്യൂസിക്, അതുപോലെ സിനിമാറ്റോഗ്രാഫി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി സിനിമ കാണുക. ഒന്നുകൂടി എടുത്ത് പറയാണ്, ഇതുപോലത്തെ ലോജിക്കോ അതുപോലെ കഥയോ ഇല്ലാത്ത പടം, ഇതുപോലത്തെ സ്റ്റൈലിഷ് പടങ്ങൾ ഇഷ്ടമല്ലാത്തവർക്ക് പോയി കഴിഞ്ഞാൽ ഈ പടം നിരാശയായിരിക്കും. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് ടിസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരു എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ തന്നെ ഒരു ഫെസ്റ്റിവൽ മൂഡ് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് ഈ പടം ഇഷ്ടപ്പെടുക. അതുപോലത്തെ ഉള്ള ആൾക്കാർ മാത്രം പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ, ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അതുവരെ ബൈ.